കുവൈറ്റ് മംഗഫിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇതാ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ക്ലിയറൻസ് നടപടികൾക്ക് ശേഷം ഓരോരുത്തരുടെ മൃതദേഹങ്ങളായി ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് കൊണ്ടുവരികയാണ്. 31 മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ ഏറ്റുവാങ്ങുന്നത്. 23 മലയാളികളുടെ മൃതദേഹങ്ങളുണ്ട്. അതിൽ 7 തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങളുണ്ട്. ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹങ്ങളുണ്ട്. അങ്ങനെ നടപടിക്രമങ്ങൾക്ക് ശേഷം എയർപോർട്ടിലെ എല്ലാ പ്രൊസീജിയർ പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ മൃതദേഹങ്ങൾ പെട്ടിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്ത് 16 ടേബിളുകൾ സജ്ജമായിട്ടുണ്ട്. ഒരു ടേബിളിൽ 2 മൃതദേഹങ്ങൾ വയ്ക്കാവുന്ന തരത്തിലാണ് പുറത്ത് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 16 ടേബിളുകളിലേക്ക് ഓരോരുത്തരുടെ മൃതദേഹങ്ങളായി കിടത്തുകയാണ്. മണിക്കൂറുകളായി അക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അവരുടെ ബന്ധുക്കൾ. കണ്ണീരോടുകൂടി വിട്ടു നൽകാനായി നാടും നാട്ടുകാരും ഉറ്റവരും മുടിയവരും ഒക്കെ മനസ്സില്ലാ മനസ്സോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ നടപടികൾക്കും ശേഷം അവർ ചേതനയേറ്റ ശരീരമായി നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് ഉണ്ടായത്. വർഷങ്ങളായി കുവൈറ്റിൽ താമസമാക്കിയവരുണ്ടായിരുന്നു, ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. അടുത്തിടെ കുവൈറ്റിലേക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാനായി ചെന്നവരുണ്ടായിരുന്നു. ചിലർ ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ ഇവിടെ നാട്ടിലെത്തി അവിടേക്ക് മടങ്ങിപ്പോയിട്ട്. അവരെല്ലാം ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. എന്തെന്ത് സ്വപ്നങ്ങളായിരുന്നു അവർ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. അവരുടെ കുടുംബത്തിന് താങ്ങും തണലുമാവുക, കുടുംബത്തെ കരപിടിപ്പിക്കുക, ചെറിയൊരു വീട് വയ്ക്കുക, മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കുക, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ ജീവൻ നഷ്ടമായ ഓരോരുത്തർക്കും ആ സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി ആ 23 പേരും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കുവൈറ്റ് മംഗഫിലെ തൊഴിലാളികൾ താമസിച്ചു വന്ന ഫ്ളാറ്റിലായിരുന്നു അപ്രതീക്ഷിതമായി ആ തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിയോടുകൂടിയുണ്ടായ തീപിടുത്തം 49 പേരുടെ ജീവനാണ് എടുത്തത്. അതിൽ 45 പേർ ഇന്ത്യക്കാരായിരുന്നു, 23 പേർ മലയാളികളായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അക്കൂട്ടത്തിലുണ്ട്. 49 പേരുടെ ജീവനെടുത്ത ആ അപകടം അത് തീർത്തും അപ്രതീക്ഷിതം തന്നെയായിരുന്നു. പലരും ജോലി കഴിഞ്ഞ് ക്ഷീണിതരായി ഉറങ്ങുകയായിരുന്നു. പുലർച്ചെയായതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം അടയുകയായിരുന്നു. കണ്ണു തുറക്കും മുൻപ് തന്നെ തീയും പുകയും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ അവരുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ കുവൈറ്റിലെ നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെ 6:00 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 45 മൃതദേഹങ്ങളുമായി വ്യോമസേന വിമാനം തിരിച്ചത്. 10:00 തന്നെ മൃതദേഹങ്ങളുമായുള്ള വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പോൾ 1 മണിക്കൂർ നീണ്ട ക്ലിയറൻസ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. 31 മൃതദേഹങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സംഘമാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഔദ്യോഗികമായി അവർ ഓരോരുത്തരും ആദരാഞ്ജലികൾ അർപ്പിക്കും. മുഖ്യമന്ത്രിയുണ്ട്, മറ്റു മന്ത്രിമാരുണ്ട്. മന്ത്രി പി രാജീവ്, കെ രാജൻ, വീണ ജോർജ് രാവിലെ തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നു. ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ ഓരോരുത്തരും ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട്, മറ്റ് പ്രതിപക്ഷ നേതാക്കളുണ്ട്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്, സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. ഇനി ഓരോ മൃതദേഹങ്ങളായി അവിടെ കിടത്തിയ ശേഷം പൊതുദർശനം ഉണ്ടാകും. ഏതാണ്ട് 1 മണിക്കൂറോളം പൊതുദർശനം നീണ്ടു നിന്നേക്കും. അവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്കെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. ആദ്യം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമായിരിക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുക. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ഓരോന്നായി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 31 ആംബുലൻസുകളും അവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ആംബുലൻസുകളിലായി അവരവരുടെ നാടുകളിലേക്ക് യാത്രയാകും. ഉച്ചയോടുകൂടി ആയേക്കും. കാരണം പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാകാൻ ഒരു പക്ഷേ ഉച്ചയായേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 7 തമിഴ്നാട് സ്വദേശികളുണ്ട്. ആ 7 മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി തമിഴ്നാട് ന്യൂനപക്ഷ പ്രവാസി ക്ഷേമ വകുപ്പ് മന്ത്രി KS മസ്താനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. റോഡ് മാർഗം തന്നെയായിരിക്കും തമിഴ്നാട് സ്വദേശികളെയും ഒപ്പം ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹം കൊണ്ടുപോവുക. ദൃശ്യങ്ങളിൽ കാണാം ഓരോ സീരിയൽ നമ്പർ വെച്ച് മരിച്ചവരുടെ പേരും സീരിയൽ നമ്പറും നമുക്ക് ആ മൃതദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ മൃതദേഹങ്ങളായി പുറത്തേക്ക് കൊണ്ടുവരികയാണിപ്പോൾ.
വളരെ സങ്കടകരമായ വേദനാജനകമായ നിമിഷങ്ങളാണ്. അക്ഷമയോടുകൂടി അവരുടെ ബന്ധുക്കൾ അവിടെ ടെർമിനലിൽ കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു തിരിച്ചുവരവ് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കണ്ണീരോടുകൂടി ഇവർ ഓരോരുത്തർക്കും വിട നൽകാൻ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം തന്നെ കാത്തിരിക്കുകയാണ് അതത് നാടുകളിൽ. ഇന്ന് ഈ മരിച്ചവരിൽ പലരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടന്നേക്കില്ല എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. പലരുടെയും സംസ്കാര ചടങ്ങുകൾ നാളെയും വരും ദിവസങ്ങളിലുമൊക്കെയായാണ് നടക്കാൻ സാധ്യതയുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി പി രാജീവ്, കെ രാജൻ എന്നിവരെ ദൃശ്യങ്ങളിൽ കാണാം. അവർ ഒരു വശത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി അവർ കാത്തിരിക്കുകയാണ്. തമിഴ്നാട് മന്ത്രിയെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരും മറ്റു ജനപ്രതിനിധികളുമെല്ലാം അവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്.